പ്യാരെ ബച്ചോ ആദാബ്. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉറുദു ക്ലാസ്സുമായിട്ടാണ് എജുപോർട്ട് ഇത്തവണ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഉറുദുവിൻ്റെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം ഷുവറായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആവർത്തിച്ച് കാണുന്ന ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് വെച്ചിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഒരു നോട്ട് ബുക്കുമായിട്ട് ഇരിക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ആവർത്തിച്ച് വരുന്ന ചില ചോദ്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ആ ചോദ്യം? ഗസൽ കെ ബാരെ മേം ഏക് നോട്ട് തയ്യാർ കർണ. അതായത് ഗസലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധാരണ 5 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ് എന്ത്? ഗസലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളത്. എങ്ങനെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗസലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ നോട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവാം. എക്സാം ഹാളിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കയറാം. എല്ലാവരും നോക്കുക. ഗസൽ കെ ബാരെ മേം നോട്ട്. ഗസലിനെ കുറിച്ചുള്ള ഒരു നോട്ട്. ബാരേമേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച്, ഗസലിനെ കുറിച്ചുള്ള ഒരു നോട്ട്. എന്താണ് ഗസലിനെ കുറിച്ചിട്ടുള്ള പ്രധാന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഗസൽ ഉറുദു ഷാഇരി കി ഏക് ഖാസ് സിനുഫ് ഹെ. ഒന്നാമത്തെ പോയിന്റ് ആണ്. എന്താണ് പോയിന്റ്? ഗസൽ ഉറുദു ഷാഇരി കി. ഗസൽ ഉറുദു കവിതയിലെ ഉറുദു പദ്യശാഖയിലെ ഒരു ഖാസ് സിനഫ് ഹെ, ഒരു പ്രത്യേകമായിട്ടുള്ള ശാഖയാണ് ഗസലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം, ഉറുദു കാവ്യശാഖയിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശാഖയാണ് എന്ത്? ഗസലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഖക്കാണ് എന്ത് പറയാ? സിനുഫ് എന്ന് പറയാ. അപ്പം ഉറുദു ഷാഇരിയിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ശാഖയാണ് എന്ത്? ഗസലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പോയിന്റ് പഠിച്ചില്ലേ? ഓക്കെ. അടുത്ത പോയിന്റ് എന്താ? ഗസൽ ഉറുദു ഷാഇരിക്ക് ആബ്രു ഹെ. അതേപോലുള്ള ഒരു പോയിന്റ്. ഗസൽ എന്താണ്? ഉറുദു ഷാഇരിയുടെ ആബ്രു ആണ്. എന്താ ആബ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആബ്രു കാ മാന അഭിമാനം. അഭിമാനം എന്നുള്ളതാണ് അർത്ഥം. അപമാനമല്ല, അഭിമാനം. ഗസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദു ഷാഇരിയുടെ അഭിമാനമാണ്. അപ്പൊ 2 പോയിന്റായി. ഒന്നാമത്തെ പോയിന്റ്, ഉറുദു കവിതയിലെ പ്രത്യേകമായിട്ടുള്ള ശാഖയാണ് ഗസലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദു കവിതയുടെ അഭിമാനമാണ്. 2 പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ്, എന്താണ് ഗസലിൽ ഉണ്ടാവുക? ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. ഗസൽ എന്താണ്? പ്രണയത്തിന്റെ കഥയാണ്. അതായത് ഗസലിൽ പറയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്തായിരിക്കും? പ്രണയമായിരിക്കും. അപ്പം പ്രണയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് എന്ത്? ഗസലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ് എന്താ? 4ാമത്തെ പോയിന്റ്, ഗസൽ കെ പെഹലെ ഷിർ കോ. എന്താ പെഹല ഷിർ? ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്ത് പറയും? മത്ലഅ കഹ്തേ ഹേ. മത്ലഅ എന്ന് പറയും. ഇത് 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാറുണ്ട്. എന്ത് ചോദിക്കും? ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്താണ് പറയാ എന്ന് ചോദിക്കും. ഗസൽ കെ പെഹലെ ഷിർ കോ ക്യാ കഹ്തേ ഹേ. എന്താണ് പറയാ? എന്താ പറയാ? മത്ലഅ എന്ന് പറയും. ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്താ പറയാ? മത്ലഅ എന്ന് പറയും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ വരിക്ക് എന്താ പറയാ? നമുക്ക് നോക്കാം. അവസാനത്തെ വരിക്ക് എന്താ പറയാ? ഗസൽ കെ ആഖിരി ഷിർ കോ. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം, പെഹല എന്ന് പറഞ്ഞാൽ ആദ്യം. ആഖിരി ഷിർ കോ, അവസാനത്തെ വരിക്ക് എന്താ പറയാ? മഖ്തഅ കഹ്തേ ഹേ. മഖ്തഅ എന്ന് പറയും. അപ്പോൾ ഗസൽ കെ പെഹലെ ഷിർ കോ മത്ലഅ കഹ്തേ ഹേ, ഗസൽ കെ ആഖിരി ഷിർ കോ മഖ്തഅ കഹ്തേ ഹേ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഗസലിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇനി ഗസലിന്റെ അവസാനത്തെ വരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? നോക്കാം. ഗസൽ കെ ആഖിരി ഷിർ
മേം അതായത് മക്തഅ് ഗസലിലെ അവസാനത്തെ വരിയിൽ എന്തുണ്ടാവും? ഷായിർ കാ നാം ഹോത്തേ ഹേ, ഷായിറിന്റെ പേരുണ്ടാവും. അതായത് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഇക്ബാൽ എഴുതുന്ന ഒരു ഗസലാണ് എന്നുണ്ടെങ്കിൽ ഗസലിന്റെ അവസാനത്തിൽ എന്തുണ്ടാവും? ഇക്ബാൽ എന്നുള്ള പേരുണ്ടാവും. അതായത് ഗാലിബാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഗാലിബിന്റെ പേര് അവസാനത്തെ വരിയിൽ എന്തുണ്ടാകും? കൊടുത്തിട്ടുണ്ടാവും. അതാണ് പറയുന്നത് ഗസൽ കെ ആഖിരി ഷിർ മേം, ഗസലിന്റെ അവസാനത്തെ വരിയിൽ എന്തുണ്ടാകും? ഷായിർ കാ നാം ഹോത്തേ ഹേ, ഷായിറിന്റെ പേരുണ്ടാകും. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അടുത്തത് ഇനി ഗസൽ എഴുതുന്ന കവികളെ കുറിച്ചിട്ടാണ് പറയണത്. ഗാലിബ്, മീർ, മുഅ്മിന് വഗൈറ മഷ്ഹൂർ ഗസൽ ഗോ ഷായിർ ഹേ. ഗാലിബും മുഅ്മിനും മീറൊക്കെ എന്താണ്? മഷ്ഹൂർ ഗസൽ ഗോ ഷായിർ ഹെ, പ്രശസ്തരായിട്ടുള്ള ഗസൽ എഴുതുന്ന കവികളാണ്. എന്താണെങ്കിലും എഴുതാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണിത്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഗസലി എന്ന് പറഞ്ഞാൽ? ഉറുദുവിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ്. ഗസലിന്റെ ഉറുദു ഷായിരിയുടെ ആബ്രുവാണ്, അഭിമാനമാണ്. അതുപോലെ പ്രണയത്തിന്റെ കഥയാണ്. ഇഷ്ക് കി കഹാനി ഹെ, പ്രണയത്തിന്റെ കഥയാണ് ഗസലിന്റെ മൗസു, വിഷയം എന്ന് പറഞ്ഞു. ഗസലിന്റെ ആദ്യത്തെ വരിക്ക് മത്ലഗി എന്ന് പറയും എന്ന് പറഞ്ഞു. അവസാനത്തെ വരിക്ക് മക്തഅ് എന്ന് പറയും. മക്തഅയിൽ ഷായിറിന്റെ പേര്, ഷായിർ കാ നാം ഹോത്തേ ഹേ, ഷായിറിന്റെ പേരുണ്ടാകും. പ്രധാനപ്പെട്ട കവികളാണ് ഗാലിബ്, മീർ, മുഅ്മിന്, ഇവരൊക്കെ ഗസൽ എഴുതുന്ന പ്രധാനപ്പെട്ട കവികളാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 4 or 5 മാർക്ക് ഉറപ്പിക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കണം എക്സാം ഹാളിൽ പോവേണ്ടത്. നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് നോക്കാം. അടുത്ത ചോദ്യം ഗസലിന് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്. നമുക്കറിയാം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? സിതാരോं से आगे എന്നുള്ള, സിതാരോं से आगे എന്നുള്ള ഒരു ഗസലാണ്. ആരുടെ ഗസലാണ് സിതാരോं से आगे? അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ഗസലാണ് അല്ലേ? നമ്മളെല്ലാവരും അറിയുന്ന ഉറുദുവിലെ പ്രധാനപ്പെട്ട ഒരു ഷായിറായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയിട്ടുള്ള ഒരു ഗസലാണെന്ത്? സിതാരോं से आगे. അതാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ്. ആ സിതാരോं से आगे എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ കെ ബാരെ മേ ഏക് നോട്ട് ലിഖി. ഇതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. എന്താണ് ചോദ്യം? അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. എങ്ങനെ നമുക്ക് തയ്യാറാക്കാം? അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ചുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പിലെ പ്രാവശ്യവും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഷായിറെ മശ്രിഖ് അല്ലാമ ഇക്ബാൽ കെ ബാരെ മേ ഏക് നോട്ട് തയ്യാർ കർണ. കിഴക്കിന്റെ കവിയായിട്ടുള്ള അല്ലാമ ഇക്ബാലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. നമുക്ക് നോക്കാം എങ്ങനെ അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും നോക്കുക. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദു കെ ബഹുത് ബഡേ ഷായിർ और മുഫക്കിർ ഹെ. ആരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ? ഇക്ബാൽ ഉറുദു കെ ബഹുത് ബഡേ ഷായിർ, ഉറുദുവിലെ വളരെ വലിയ കവിയാണ്. മാത്രാണോ? ഓർ മുഫക്കിർ ഹെ, ഒരു ചിന്തകനും കൂടിയാണ്. ഒരു കവി മാത്രല്ല, ഷായിർ ഓർ മുഫക്കിർ ഹെ, ഒരു ഫിക്കർ ചിന്തകനും കൂടിയാണ്, മുഫക്കിറും കൂടിയാണ്. ഫിക്കർ പറഞ്ഞ ചിന്ത, മുഫക്കിർ പറഞ്ഞ ചിന്തകൻ, ചിന്തിക്കുന്ന ആൾ. അപ്പം ചിന്തിക്കുന്ന ആൾ കൂടിയാണ്, ഒരു ചിന്തകൻ കൂടിയാണ് ആര്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. വോ സിയാൽകോട്ട് മേ പൈദാ ഹുയെ. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? സിയാൽകോട്ട് മേ, സിയാൽകോട്ട് മേ പൈദാ ഹുയെ, സിയാൽകോട്ടിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് സിയാൽകോട്ടിലാണ്. അടുത്ത പോയിന്റ്, ഇക്ബാൽ ഷായിറെ മശ്രിഖ് കെ നാം സെ മഷ്ഹൂർ ഹേ. ഇക്ബാൽ എന്ത് പേരിൽ മഷ്ഹൂറാണ്? എന്ത് പേരിൽ പ്രശസ്തനാണ്? ഷായിറെ മശ്രിഖ്, കിഴക്കിന്റെ കവി എന്നുള്ള പേരിൽ പ്രശസ്തനാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ കാണാറുണ്ട് ഷായിറെ മശ്രിഖ് കെ നാം സെ കോൻ മഷ്ഹൂർ ഹേ. ഷായിറെ മശ്രിഖ് എന്നുള്ള പേരിൽ ആരാണ് പ്രശസ്തനായിട്ടുള്ളത്? ആരാണ് പ്രശസ്തനായിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലേ? ഇക്ബാലാണ് ഷായിറെ മശ്രിഖ് എന്നുള്ള പേരിൽ പ്രശസ്തനായിട്ടുള്ളത്. ഉൻകി ഷായിരി മേ, അദ്ദേഹത്തിന്റെ കവിതയിൽ എന്തൊക്കെ ഉണ്ടാവും? ഫൽസഫിയാന ഖയാലാത്ത്, ഫൽസഫിയാന ഖയാലാത്ത്. എന്താ ഫൽസഫിയാന ഖയാലാത്ത് എന്ന് പറഞ്ഞാല്? ഫിലോസഫിക്കൽ തോട്ട്, അതായത് പിന്നെ തത്വചിന്തകൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രാണോ? അല്ല. ഓർ ഫിക്ർ കി ഗഹരായി,
ആയത്തിലുള്ള ചിന്തകൾ, ഗഹ്റായി എന്ന് പറഞ്ഞാൽ ആയത്തിലുള്ളത്, ഫിക്ർ എന്ന് പറഞ്ഞാൽ ചിന്ത, ആയത്തിലുള്ള ചിന്തകൾ നമുക്ക് ആരെ കവിതയിൽ കാണാൻ പറ്റും? അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അപ്പൊ പറയാണ് ഉൻകി ഷായിരി മേം ഫൽസഫിയാന ഖയാലാത്ത് ഓർ ഫിക്ർ കി ഗഹ്റായി ഹേ, അതെല്ലാം അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാൻ പറ്റും. അടുത്ത പോയിന്റ്, ഉൻകി കൗമി വ സമാജി ഷൂർ ഓർ വതൻ പരസ്തി പൈദാ കർനെ വാലി നസ്മേം ബഹുത് മഷൂർ ഹേ. ഉൻകി കൗമി സമാജി ഷൂർ, അദ്ദേഹത്തിന്റെ നമുക്കറിയാം കൗമി സമാജി ഷൂർ, പിന്നെ ദേശീയതയും അതുപോലെ സാമൂഹികമായിട്ടുള്ള ബോധം തുളുമ്പുന്ന കവിതകൾ. കൗമി എന്ന് പറഞ്ഞാൽ ദേശീയമായിട്ടുള്ളത്, അതുപോലെ സമാജി എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ബോധം നൽകുന്നതും, അതുപോലെ വതൻ പരസ്തി രാജ്യസ്നേഹം തുളുമ്പുന്ന പൈദാ കർണേ വാലി നസ്മേം രാജ്യസ്നേഹം തുളുമ്പുന്ന കവിതകളും എന്താണ്? ബഹുത്ത് മഷൂർ ഹേ, വളരെ പ്രശസ്തമാണ്. നമുക്കറിയാം സാരേ ജഹാൻ സെ അച്ഛ അല്ലേ, ഹിന്ദുസ്ഥാൻ ഹമാര, ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള രാജ്യസ്നേഹം തുളുമ്പുന്ന കവിതകൾ എഴുതിയിട്ടുള്ളൊരു കവിയാണ് ആര്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അതാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൗമി വ സമാജി ഷൂർ ഓർ വതൻ പരസ്തി പൈദാ കർണേ വാലി നസ്മേം ബഹുത്ത് മഷൂർ ഹേ. വതൻ പരസ്തി എന്ന് പറഞ്ഞ രാജ്യസ്നേഹം തുളുമ്പുന്ന കവിതകൾ എന്താണ്? ബഹുത്ത് മഷൂർ ഹേ, വളരെ പ്രശസ്തമാണ്. ഇനി അടുത്തത് തറാനെ ഹിന്ദി ഉൻകി മക്ബൂൽ തരീൻ നസം ഹേ. തറാനെ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, ഉറുദു പഠിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും സാധാരണ ജനങ്ങളും ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള എല്ലാ ആളുകളും കേട്ടിട്ടുള്ള കവിതയായിരിക്കും എന്ത്? സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ഹംബുൽ ബുലേഹ് ഇസ്കി യേ ഗുലിസ്ഥാൻ ഹമാര എന്നുള്ള മനോഹരമായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ കവിത അല്ലേ? ആ കവിത അതിന്റെ പേരാണെന്ത്? തറാനെ ഹിന്ദി. ഈ തറാനെ ഹിന്ദി എന്താണ്? ഉൻകി മക്ബൂൽ തരീൻ നസം ഹേ, അദ്ദേഹത്തിന്റെ വളരെ സ്വീകാര്യോഗ്യമായിട്ടുള്ള എന്താണ്? ഒരു നസമാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓർമ്മ വെക്കുക. എന്ത്? തറാനെ ഹിന്ദി ഇക്ബാലിന്റെ എന്താണ്? മക്ബൂൽ തരീൻ നസം ഹേ. അടുത്ത പോയിന്റ്, ബാങ്കേ ദറ ബാലെ ജിബ്രീൽ ജർബെ കലീം ഓർ അർമുആനെ ഹിജാസ്. ഇക്ബാൽ 4 മജ്മുഅ, അതായത് കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് കവിതയുടെ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പുസ്തകത്തിന് ഓരോ പേരുണ്ട്. ഏതൊക്കെയാണ് ആ പേര്? ഒരു പേര് ബാങ്കേദറ, രണ്ടാമത്തെ പേര് ബാലെ ജിബ്രീൽ, ജർബെ കലീം, അർമുആനെ ഹിജാസ്. ഈ 4 പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുണ്ട്. ഇക്ബാലിന്റെ മജ്മുഅയുടെ പേരെന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 4 പേരിലുള്ള മജ്മുഅകൾ ബാങ്കേദറ, ബാലെ ജിബ്രീൽ, ജർബെ കലീം और അർമുആനെ ഹിജാസ് ഉൻകെ മഷഹൂർ ഷിഇരി മജ്മുഅ ഹേ. അദ്ദേഹത്തിന്റെ വളരെ മഷഹൂർ ആയിട്ടുള്ള, മഷഹൂർ കാ മാന ക്യാ ഹേ? പ്രശസ്തമായിട്ടുള്ള അല്ലേ? പ്രശസ്തമായിട്ടുള്ള എന്താണ്? ഷിഇരി മജ്മുഅ ഹേ, കവിതാ സമാഹാരങ്ങളാണ്. ഷിഇരി മജ്മുഅ ഇങ്ങനെയുള്ള ടേമുകൾ എന്തായാലും പഠിച്ചു വെക്കണം. ഷിഇരി മജ്മുഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കവിതാ സമാഹാരങ്ങളാണ്. ഉൻകെ കലാം മേ തറന്നം ബഹുത് ജ്യാദാ ഹേ. അദ്ദേഹത്തിന്റെ കവിതകളിൽ ഭയങ്കര മ്യൂസിക്കൽ കണ്ടന്റ്, മ്യൂസിക്കൽ എലമെന്റ്സ് കൂടുതലായിട്ട് എന്തുണ്ട്? അദ്ദേഹത്തിന്റെ കവിതകളിലുണ്ട്. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്ബാലിനെ പറ്റി ഒരു നോട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ ചെറിയ പോയിന്റ് ആണ്. അല്ലാമ ഇക്ബാലിൽ എന്താണ്? ഷായിറാണ്, മുഫക്കിറാണ്, സിയാൽകോട്ടിലാണ് ജനിച്ചത്. സിയാൽകോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനിലാണ്, അന്ന് അത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഷായിറെ മഷ്രിഖി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ വതൻ പരസ്തി, രാജ്യസ്നേഹം അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു തറാനെ ഹിന്ദി, അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള എന്താണ്? കവിതയാണ്. ബാങ്കേദറ, ബാലെ ജിബ്രീൽ, ജർബെ കലീം, അർമുആനെ ഹിജാസ്. ഈ 4 അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. ഈ പോയിന്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കുക. എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഷായിറെ മഷ്രിഖ് അല്ലാമ ഇക്ബാൽ കെ ബാരെ മേ ഏക് നോട്ട് തയ്യാർ കീജിയെ. ഉറപ്പായിട്ടും വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് എന്ത്? മിർസ ഗാലിബ്. ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു ഗസൽ എഴുത്തുകാരനാണ് ഗാലിബ്. ഗാലിബിനെ കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ആര്? ഗാലിബ്. ഗാലിബിനെ കുറിച്ച് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചോദിക്കൂല, പേരെടുത്ത് ചോദിക്കൂല. പകരം എങ്ങനെ ചോദിക്കാന്നറിയോ?
एक गजल गो ഷായിർ के बारे में एक നോട്ട് തയ്യാർ കീജിയെ. അതായത് ഒരു ഗസൽ ഗോ ഷായിറിനെ കുറിച്ച്, ഒരു ഗസൽ എഴുതുന്ന ആളെ കുറിച്ചിട്ട് എന്ത് തയ്യാറാക്കൂ? ഒരു നോട്ട് തയ്യാറാക്കൂ എന്ന് പറയും. അപ്പൊ നമുക്കറിയാം ഇക്ബാൽ എന്ത് എഴുതിയിട്ടുണ്ട്? ഗസൽ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇക്ബാലിനെ കുറിച്ച് നമുക്ക് നോട്ട് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഗാലിബിനെ കുറിച്ച് എഴുതി വെച്ചാൽ മതി. ഇവരൊക്കെ എന്താണ്? ഗസൽ എഴുതിയിട്ടുള്ള കവികളാണ് അല്ലേ? അപ്പോൾ ഗാലിബിനെ കുറിച്ച് എങ്ങനെ നോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഗാലിബ് ഉറുദു കാ ഏക് മഷഹൂർ ഗസൽ ഗോ ഷായിർ ഹെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇക്ബാൽ ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഷായിറാണ്. അതേ ടേം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗാലിബ് ഉറുദു കാ ഏക് മഷഹൂർ ഗസൽ ഗോ ഷായിർ ഹെ. ഗാലിബ് ആരാണ്? ഉറുദുവിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഗസൽ ഗോ ഷായിർ, ഗസൽ എഴുതിയിട്ടുള്ള ഒരു ഷായിറാണ്. ഗസൽ ഗോ ഷായിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസൽ എഴുതുന്ന ഒരു കവിയാണ് മിർസ ഗാലിബ്. ഉൻകാ അസൽ നാം, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് ഹേ. പോയിന്റ് ആണ്, ഓർമ്മ വെക്കുക. ഗാലിബിന്റെ യഥാർത്ഥ പേരെന്താണ്? മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് എന്നാണ്. ഗാലിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തഖല്ലുസ് ആണ്, പെൻനെയിമാണ്. അദ്ദേഹം എഴുതുമ്പം ഉപയോഗിക്കുന്ന പേരാണ് ഗാലിബ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് എന്നാണ്. ഇതും നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. വോ പെഹലെ അസദ് തഖല്ലുസ് രഖ്തേ ഥേ. അദ്ദേഹം ആദ്യം ഗാലിബ് എന്നല്ല പെൻനെയിമായിട്ട് എഴുതിയിരുന്നത്. ആദ്യം എന്തായിരുന്നു അദ്ദേഹം പെൻനെയിമായിട്ട് യൂസ് ചെയ്തിരുന്നത്? അസദ് എന്നുള്ള പേരായിരുന്നു. തഖല്ലുസ് രഖ്തേ ഥേ, തഖല്ലുസ് രഖ്തേ ഥേ. തഖല്ലുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൻനെയിം, തൂലികാനാമം. നമ്മൾ എഴുതുന്ന ആളുകൾ എല്ലാവർക്കും എന്തുണ്ടാകും? ഒരു തൂലികാനാമം ഉണ്ടാവും. എഴുതുമ്പം ഉപയോഗിക്കുന്ന ഒരു പേരുണ്ടാവും. അതിനാണ് എന്ത് പറയാ? തൂലികാനാമം, തഖല്ലുസ് എന്ന് പറയാ. അപ്പൊ ഗാലിബ് ആദ്യം തഖല്ലുസ് വെച്ചിരുന്നത് എന്താണ്? അസദ് എന്നുള്ള പേരായിരുന്നു ആദ്യം തഖല്ലുസ് വെച്ചിരുന്നത്. ഓർ ബഅദ് മേ ഗാലിബ്, പിന്നെ എന്താക്കിയത്? ബഅദ് മേ എന്ന് പറഞ്ഞാൽ ശേഷം എന്താക്കി? ഗാലിബ് എന്നുള്ളതാക്കി. അപ്പൊ ഗാലിബ് ആദ്യം തഖല്ലുസ് വെച്ചിരുന്നത് അസദ് എന്നായിരുന്നു, പിന്നീട് ഗാലിബ് എന്നാക്കി മാറ്റി. ഇതെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഉൻകി പൈദായിഷ് ആഗ്രാമേ ഹുയി. ഗാലിബ് എവിടെയാണ് ജനിച്ചത്? ആഗ്രാമേ, ആഗ്രയിലാണ് ജനിച്ചത്. ഇക്ബാലിനെ നമ്മൾ പറഞ്ഞു സിയാൽകോട്ട് മേ പൈദാ ഹുയി, സിയാൽകോട്ടിലാണ് ജനിച്ചത്. അതുപോലെ ഗാലിബ് എവിടെയാണ് ജനിച്ചത്? ആഗ്ര. ആഗ്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ആഗ്രയിൽ എന്തോ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. എന്താണ്? നമ്മളെ താജ്മഹൽ അല്ലേ? താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്ത്? ആഗ്ര. ആ ആഗ്രയിലാണ് ആര് ജനിക്കുന്നത്? നമ്മളെ മിർസ അസദുല്ലാ ഖാൻ ഗാലിബ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള കവി ജനിക്കുന്നത്. നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ്, ഉൻകെ ഖത്താബ് ഥേ. ഖത്താബ് എന്ന് പറഞ്ഞ സ്ഥാന പേരിനാ പറയാ. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. തഖല്ലുസി എന്ന് പറഞ്ഞാൽ തൂലികാനാമം, ഖത്താബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനപ്പേര്. ഇദ്ദേഹത്തിന് കുറെ സ്ഥാനപ്പേരുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ സ്ഥാനപ്പേര്? നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ്. ഇതെല്ലാം എന്താണ്? നമ്മളെ മിർസ ഗാലിബിന്റെ തൂലിക അല്ല, ഖത്താബ് സ്ഥാനപ്പേരുകളാണ്. ഇതുപോലെ നമ്മൾ ഒരു സ്ഥാനപ്പേര് ഇക്ബാലിന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് ഇക്ബാലിന്റെ സ്ഥാനപ്പേര്? ഷായിറെ മശ്രിഖ്, ഷായിറെ മശ്രിഖ് കെ നാം സെ മഷൂർ ഹേ. അടുത്ത പോയിന്റ്, വോ ഫാർസി കെ ബി മാഹിർ ഥേ. അദ്ദേഹം ഉറുദുവിൽ മാത്രമല്ല ഫാർസിയിലും മാഹിറാണ്. മാഹിറാണ് എന്ന് പറഞ്ഞാൽ വളരെ കഴിവുള്ള ആളാണ്. അദ്ദേഹം ഫാർസി കെ ബി മാഹിർ ഥേ. അദ്ദേഹം ഫാർസിയിലും വളരെ അഗ്രഗണ്യനാണ്. ഗാലിബിനെ ഗസൽ കെ അലാവ, ഗാലിബ് ഗസൽ കൂടാതെ, അലാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ, ഗസലിനെ കൂടാതെ, ഖുതൂത്ത് ബി ലിഖേ ഹേ. അദ്ദേഹം എന്തും എഴുതിയിട്ടുണ്ട്, കത്തുകൾ കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വെറും ഗസൽ എഴുതുന്ന ഒരാൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കത്തുകളും വളരെ പ്രശസ്തമാണ്. ഗാലിബിന്റെ കത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറുദു സാഹിത്യ മേഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ത്? ഗാലിബിന്റെ കത്തുകൾ. അപ്പൊ അതാണ് പറയണത്, ഗാലിബിനെ ഗസൽ കെ അലാവ, ഗാലിബ് ഗസൽ കൂടാതെ ഖുതൂത്ത് ബി ലിഖേ ഹേ, കത്തുകളും എഴുതിയിട്ടുണ്ട്. ജിൻ പർ ഉറുദു അദബ് ഫാഖിർ ഹേ. അദ്ദേഹത്തിന്റെ മേലിൽ ഉറുദു ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? ഉറുദു സാഹിത്യം അഭിമാനം കൊള്ളുന്നുണ്ട്. ആരുടെ മേലിൽ? ഗാലിബിന്റെ മേലിൽ. ഇത്ര കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് വാങ്ങാൻ പറ്റും. ഗാലിബിനെ കുറിച്ചിട്ടും അതുപോലെ ഇക്ബാലിനെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള കവിയാണ്. പേര് അസദുല്ലാ ഖാൻ ഗാലിബ്. അസദ് തഖല്ലുസ്, ഗാലിബ് എന്നുള്ളത് അദ്ദേഹം പിന്നീടാക്കിയ തഖല്ലുസ്.
ആഗ്രയിലാണ് ജനിച്ചത്. നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വെക്കുക. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സിൻഫ് റുബായിക്ക് ഖുസൂസിയത്ത് ലിഖിയെ. ഈ ഗസൽ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാഹിത്യ ശാഖയാണെന്ത്? റുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റുബായി എന്താ? റുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരിയുള്ള കവിതക്കാണ് എന്ത് പറയാ? റുബായി എന്ന് പറയാ. ഒരു പ്രശ്നവുമില്ല. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ. ഈ അർബയിൽ നിന്നാണ് റുബായി എന്ന വാക്ക് വന്നിട്ടുള്ളത്. അർബ, റുബായി. അപ്പൊ ചോദിക്കും റുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വൺ വേർഡിന് ചോദിക്കും. എന്നിട്ട് അടിയിലുണ്ടാവും 4 വരിയുള്ള ചാർ മിസ്രാവും ഹോനെ വാരി നസംകോ റുബായി കഹത്തെ ഹെ. 4 വരിയുള്ള കവിതക്കാണ് എന്ത് പറയാ? റുബായി എന്ന് പറയാം. നമുക്ക് നോക്കാം എന്താണ് റുബായി എന്നുള്ളതാണ് ഈ നോട്ടിലൂടെ പറയാൻ പോകുന്നത്. സിൻഫെ റുബായി കി ഖുസൂസിയത്ത് ലിഖിയേ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. റുബായിയുടെ പ്രത്യേകതകളെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കൂ. എങ്ങനെ തയ്യാറാക്കാം? വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. चार मिसरें वाली मुख्तसर नज़म को रुबाई कहते हैं. चार मिसरे वाली, चार मिसरे वाली 4 വരികളുള്ള 1 2 3 4 4 വരികളുള്ള മുഖ്തസർ നസം കോ, വളരെ ഷോർട്ട് ആയിട്ടുള്ള കവിതകൾക്കാണ് എന്ത് പറയാ? റുബായി കഹത്തെ ഹേ. റുബായി എന്ന് പറയാ. അപ്പൊ റുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ മറക്കാൻ പാടില്ല, 4 വരിയുള്ള കവിതക്കാണ് റുബായി എന്ന് പറയാ. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഇസ്കോ ദോ ബൈത്തി ബി കഹാ ജാതാ ഹേ. എന്തും കൂടെ പറയും, ദോ ബൈത്തി എന്നും പറയാറുണ്ട്. അപ്പൊ റുബായിയുടെ വേറൊരു പേരാണെന്ത്? ദോ ബൈത്തി. ചിലപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. റുബായിയുടെ മറ്റൊരു പേരെന്താണ് എന്നുള്ളത്. എന്താണ്? ദോ ബൈത്തി. റുബായിയുടെ വേറൊരു പേരെന്താണ്? ദോ ബൈത്തി. അപ്പൊ റുബായിക്ക് എന്ത് പേരും പറയും? ദോ ബൈത്തി എന്നുള്ള പേരും പറയും. ഉസ്കാ പെഹല ദൂസര ചൗത്ത മിസ്ര ഹം കാഫിയ ഓർ ഹം റദീഫ് ഹോത്തെ ഹേ. നമുക്കറിയാം റദീഫും കാഫിയൊക്കെ എന്താണെന്നുള്ളത് അല്ലേ. അതായത് റുബായിയുടെ പെഹല നമുക്കറിയാം 4 വരിയാണ് റുബായിൽ ഉണ്ടാവുക അല്ലെ. 4 വരിയാണ് എന്തിലുണ്ടാവുക? റുബായിൽ ഉണ്ടാവുക. 1 2 3 4 4 വരികളാണ് റുബായിൽ ഉണ്ടാവുക. അതിന്റെ പെഹല ഒന്നാമത്തെയും, ദൂസര രണ്ടാമത്തെയും, തീസര ഇല്ല, മൂന്നാമത്തേതില്ല, പകരം ചൗത്ത നാലാമത്തെയും, മിസ്രാമേ. അതായത് പെഹല, ദൂസര ഓർ ചൗത്ത, തീസര അല്ല, മൂന്നാമത്തതില്ല. ഈ 3 വരികളിലും എന്തുണ്ടാകും? റദീഫും കാഫി ഉണ്ടാവും. റദീഫും കാഫിയും എന്താണ്? ഗസലിലെ ചില ആലങ്കാരിക ഉപയോഗങ്ങളാണ് അല്ലെ. ആലങ്കാരിക ഒരു പ്രയോഗ രീതിയാണെന്ത്? ഈ റദീഫും കാഫിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരേപോലെ നിർത്തുന്നതിനാണ് എന്ത് പറയാ? റദീഫ് എന്ന് പറയാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിലുണ്ടാകും? ഗസലിൽ ഏതൊക്കെ വരിയിലുണ്ടാവുക? പെഹല, ദൂസര ഓർ ചൗത്ത 4ാമത്തെ വരിയിലും ഉണ്ടായിരിക്കും. മൂന്നാമത്തത് തീസര മിസ്ര കുച്ച് അലഗ് ഹോത്താ ഹെ. 3ാമത്തെ വരി എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. 3ാമത്തെ വരിയിൽ റദീഫും കാഫിയും നമുക്ക് കാണാൻ പറ്റൂല. അടുത്ത പോയിന്റ്, റുബായി കാ ചൗത്ത മിസ്ര ബഹുത്ത് അഹം ഹോത്താ ഹെ. റുബായിയിലെ 4ാമത്തെ വരി, ഈ വരിയാണ് ഏറ്റവും അഹം, ബഹുത്ത് അഹം, വളരെ പ്രധാനപ്പെട്ട വരി. ഏതാണ്? റുബായിയിലെ 4ാമത്തെ വരിയാണ്. റുബായി മേം അഖ്ലാഖി, സിയാസി, മസ്ഹബി വഗൈറ മൗസൂആത്ത് ആത്തെ ഹെ. ഇനി നമ്മൾ പറഞ്ഞു, ഗസൽ പറഞ്ഞപ്പം പറഞ്ഞു ഗസലിൽ എന്തായിരിക്കും വിഷയം? ഇഷ്കായിരിക്കും അല്ലെ, പ്രണയമായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് പ്രണയമായിരിക്കും എന്തിലെ വിഷയം? ഗസലിലെ വിഷയം. പക്ഷെ റുബായിൽ അങ്ങനല്ല. റുബായിൽ അഖ്ലാഖി എന്തുണ്ടാകും? അഖ്ലാഖി സ്വഭാവപരമായിട്ടുള്ള, അതായത് പിന്നെ നമ്മളെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മളെ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ അതിലുണ്ടാകും. സിയാസി രാഷ്ട്രീയമായിട്ടുള്ള സംഭവങ്ങൾ എന്തിലുണ്ടാകും? റുബായിലുണ്ടാകും. മസ്ഹബി മതപരമായിട്ടുള്ള വിഷയങ്ങളും എന്തിലുണ്ടാകും? റുബായിലുണ്ടാവും. ഇങ്ങനെയുള്ള മൗസൂആത്ത് വിഷയങ്ങളെല്ലാം എന്തിലുണ്ടാകും? ആത്തേഹേ വരുന്നു. എന്തിൽ വരുന്നു? റുബായിൽ വരുന്നു. അപ്പൊ റുബായി മേം അഖ്ലാഖി, സിയാസി, മസ്ഹബി വഗൈറ മൗസൂആത്ത് ആത്തേഹേ. റുബായിയിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയവും മതപരവും സ്വഭാവപരവും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. പ്രണയം മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും റുബായിൽ എഴുതാം.
ഹാലി, അനീസ്, ദബീർ വഗൈറ ഉറുദു കെ മഷ്ഹൂർ റുബായി ഗോ ഷായിർ ഹെ. ഹാലിയും അനീസും ദബീറൊക്കെ എന്താണ്? ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള റുബായി ഗോ ഷായിറുകളാണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ റുബായിയെ കുറിച്ചുള്ള നോട്ടായി. എന്താണെങ്കിലും മസ്റ്റായിട്ട് എന്താണെങ്കിലും വരുന്ന ഒരു ചോദ്യമായിരിക്കും റുബായിയുടെ പ്രത്യേകതകൾ എഴുതുക, അല്ലെങ്കിൽ റുബായിയെ പറ്റി നോട്ട് എഴുതുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് പുറമെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഇതിലുള്ള പല കാര്യങ്ങളും ചോദിക്കും. ദോ ബൈത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. റുബായിയുടെ എത്ര വരികൾ ഉണ്ടാകും എന്ന് ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരും. എന്താണെങ്കിലും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കുക. റുബായിയെ പറ്റിയിട്ടുള്ള നോട്ടും നമ്മൾ ഇതോടുകൂടി പഠിച്ചു കഴിഞ്ഞു. ഒരു നോട്ടും കൂടെ, അടുത്ത നോട്ട് എല്ലാവരും നോക്കുക. ഉറുദു ഭാഷയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളെല്ലാവർക്കും അറിയാം ഉറുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉറുദുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ? ഉറുദുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? ഉറുദു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട്. ലാസ്റ്റ് 7 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് ഉറുദുവിനെ കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കുക. എന്ത്? ഉറുദുവിനെ കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കുക. എന്താണ് ഉറുദുവിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇതിന് പുറമെ കുറച്ച് പോയിന്റും കൂടെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കളക്ട് ചെയ്തിട്ട് പഠിക്കുക. എന്താണ് ഉറുദു ഭാഷയെ കുറിച്ചിട്ടുള്ള പോയിന്റ്? എല്ലാവരും നോക്കുക. ഉറുദു ഏക് ഖൂബ്സൂറത്ത് സുബാൻ ഹെ അല്ലേ? ഉറുദു അല്ലേ? ഉറുദു ഏക് ഖൂബ്സൂറത്ത് സുബാൻ ഹെ അല്ലേ? ഉറുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഖൂബ്സൂറത്തായിട്ടുള്ള ഒരു സുബാനാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. സുബാൻ ഭാഷ, ഖൂബ്സൂറത്ത് വളരെ മനോഹരമായ. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. ഒരു പോയിന്റായി. അടുത്ത പോയിന്റ്, ഉറുദു സുബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയേ. ഉറുദു എവിടെയാണ് ജനിച്ചത്? പൈദാ ഹുയേ എന്നുള്ള വാക്കൊക്കെ നമ്മൾ എന്തായാലും ഉറപ്പിച്ചു വെക്കണം. എന്താ പൈദാ ഹുയേ? ജനിച്ചത് എവിടെയാണ് ഉറുദു ജനിച്ചത്? ഹിന്ദുസ്ഥാനുമേയും, ഇന്ത്യയിലാണ് ഉറുദു ഭാഷ ജനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ്, പെഹലെ ഉറുദു ഹിന്ദുസ്ഥാനി ഖടി ബോലി രേഖ്ത ജैसे नामों से पहचानी जाती थी. ആദ്യ കാലഘട്ടങ്ങളിൽ ഉറുദു എന്തെല്ലാം പേരുകളിൽ അറിയപ്പെട്ടിരുന്നു? ഹിന്ദുസ്ഥാനി, ഖടി ബോലി, രേഖ്ത ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ പെഹ്ചാനി ജാതി തി അറിയപ്പെട്ടിരുന്നു. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഉറുദു ഹിന്ദുസ്ഥാനി, ഖടി ബോലി, രേഖ്ത ജैसे नामों से पहचानी जाती थी ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അടുത്ത പോയിന്റ്, അസ്ൽ മേം ഉറുദു ഏക് മഖ്ലൂത്തി സുബാൻ ഹെ. അസ്ൽ മേം, യഥാർത്ഥത്തിൽ ഉറുദു എന്താണ്? ഏക് മഖ്ലൂത്തി സുബാൻ ഹെ, കുറേ ഭാഷകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ്. മഖ്ലൂത്തി എന്ന് പറഞ്ഞാൽ ഈ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് എന്ത്? മഖ്ലൂത്തി സുബാൻ, കൂടിച്ചേർന്നിട്ടുള്ള ഭാഷ. ഒരു കൂടിച്ചേർന്നിട്ടുള്ള ഭാഷയാണെന്ത്? ഉറുദു. നമുക്കറിയാം ഉറുദു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറബി ഭാഷയിലെ ചില വാക്കുകൾ കാണാൻ പറ്റും. സംസ്കൃതത്തിലെ ചില ടേമുകൾ വാക്കുകൾ നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഉറുദുവിൽ കാണാൻ പറ്റും. മാത്രാണോ? അല്ല. എന്തൊക്കെ കാണാൻ പറ്റും? ഫാർസിയുമായിട്ട് ബന്ധപ്പെട്ട വേർഡുകൾ നമുക്ക് ഉറുദുവിൽ കാണാൻ പറ്റും. അതാണ് പറയുന്നത് ഉറുദു ഏക് മഖ്ലൂത്തി സുബാൻ ഹെ. ഉറുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടിക്കലർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. വളരെ സിമ്പിൾ അല്ലേ? ഒരു പോയിന്റായി. അടുത്ത പോയിന്റ്, ഷിഅർ വ ഷാഇരി കി വജഹ് സേ. ഷിഅർ വ ഷാഇരി കി വജഹ് സേ. ഷിഅർ വ ഷാഇരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കവിത കാരണമായിക്കൊണ്ട് ആജ് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉറുദു കെ മക്ബൂൽ ബഡ് ഗയാ. എന്ത് ചെയ്തിട്ടുണ്ട്? ഉറുദുവിന്റെ മക്ബൂൽ, സ്വീകാര്യത, ബഡ് ഗയാ, വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ മക്ബൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വീകാര്യത. ഉറുദുവിന്റെ സ്വീകാര്യത ഇന്ന് വർദ്ധിച്ചത് എന്ത് കാരണമാണ്? ഷിഅർ വ ഷാഇരി കി വജഹ് സേ. കവിത കാരണമായിക്കൊണ്ട് ഉറുദുവിന്റെ സ്വീകാര്യത ഇന്ന് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് അവസാനമായിട്ടുള്ള പോയിന്റ്, ആജ് ദുനിയാ ഭർ മേ, ഇന്ന് ലോകം മുഴുവൻ ഉറുദു ഓർ ഉറുദു ഷായിരി
ചാഹിനെ വാലെ ബഹുത്ത് ഹെ. ഉറുദുവും ഉറുദു കവിതയും ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമുക്കറിയാം ഉറുദു കവിത അല്ലെങ്കിൽ ഉറുദു ഗാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദു അറിയുന്ന ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാഹിത്യമാണെന്ത് ഉറുദു ഗാനങ്ങൾ അല്ലെങ്കിൽ ഉറുദു കവിതകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ഉറുദു കവിതയും അതുപോലെ ഉറുദു ഭാഷയും എന്ത് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന, ചാഹിനെ വാലെ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ഉറുദുവിനെ പറ്റിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്. ആവർത്തിച്ച് കേട്ടിട്ട് നോട്ട് എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. എന്താണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. അടുത്ത ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. എന്താണ് അടുത്ത പോയിന്റ്? ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് അടുത്ത പോയിന്റ്? എല്ലാവരും നോക്കുക. നമുക്കറിയാം മുഗളെ ആസം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം അല്ലേ, മുഗളെ ആസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ഉറുദു ഫിലിമാണ് മുഗളെ ആസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം. അതിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് फिल्म मुगले आजम का कौन सा गीत आपको ज्यादा पसंद आया? ഫിലിം മുഗളെ ആസമിലെ ഏത് കവിതയാണ്, കോൺസാ ഗീത്, ഏത് ഗീതാണ്, ഏത് ഗാനമാണ് ആപ്കോ ജ്യാദാ പസന്ത് ആയ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ക്യൂ, എന്തുകൊണ്ടാണ് ആ വരി ഇഷ്ടപ്പെടാൻ കാരണം? അപ്പോ അതാണ് നമ്മൾ എഴുതാൻ പോണത്. അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ഒരു വരിയാണ് എഴുതി വെക്കേണ്ടത്. എങ്ങനെയാണ് അത് എഴുതി തുടങ്ങേണ്ടത്? ഫിലിം മുഗളെ ആസം में मेरा पसंदीदा गीत ये है. മുഗളെ ആസമിലെ മെരാ പസന്ദീദാ ഗീത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗീത് എന്താണ്? യഹ് ഹേ, ഇതാകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഗീത് എഴുതി വെക്കണം. ഇവിടെ ഒരു ആ ഗാനത്തിലൊരു 4 വരി തന്നിട്ടുണ്ട്. ഏതാണ് ആ വരി? तेरी महफिल में किस्मत आजमा कर हम भी देखेंगे, आज ही हम भी देखेंगे, कड़ी बर तू तेरी नजदीक आकर हम भी देखेंगे, आज ही हम भी देखेंगे. ഇത് നമുക്കറിയാം മുഗളെ ആസമിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കവാലി സോങ് ആണ് ഈ 4 വരി. അപ്പൊ ഈ വരിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ 4 വരി നമ്മൾ എഴുതി വെക്കണം. അപ്പൊ ഈ വരി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഫിലിം കഴിയുന്ന ആളുകളൊക്കെ കണ്ടു നോക്കുക. അപ്പൊ നമുക്കതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ വരി എഴുതി വെക്കുക ആദ്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ചിട്ടുള്ള നോട്ട് തയ്യാറാക്കണം. ഇവിടെ ക്യൂം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എഴുതണം ഫിലിമെ മുഗളെ ആസം കാ യേ ഗീത് മുझे ജ്യാദാ പസന്ത് ആയ. ഫിലിം മുഗളെ ആസമിലെ ഈ ഗീത്ത് മുझे ജ്യാദാ പസന്ത് ആയ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏത് വരിയാണ്? മുഗളെ ആസമിലെ ഈ 4 വരിയാണ്. എങ്ങനെയാണ് അത് എഴുതുക? മുഗളെ ആസം കാ യേ ഗീത് മുझे ജ്യാദാ പസന്ത് ആയ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. യേ കവാലി സുനനെ में और देखने में बहुत दिलचस्प है. എന്താണ്, എന്തതിന് കാരണം? ക്യോം കെ, എന്തുകൊണ്ടെന്നാൽ. ക്യോം കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? ഏ കവാലി, ഈ കവാലി എന്താണ്? സുന്നേമേം ഓർ ദേക്കിനേമേം, കേൾക്കാനും അതുപോലെ കാണാനൊക്കെ എന്താണ്? ബഹുത്ത് ദിൽചസ്പ് ഹെ, വളരെ എന്താ പറയാ മനോഹരമാണ്. അപ്പൊ ഈ ഗാനം, ഈ കവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനും അതുപോലെ ഫിലിമാണ് അല്ലേ, ഫിലിമിൽ കാണാനൊക്കെ എന്താണ്? വളരെ ദിൽചസ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇതിന്റെ ഹിദായത്തുകാർ, ഇതിന്റെ സംവിധായകനായിട്ടുള്ള കെ ആസിഫിനെ ഉസ് ഗീത് में इश्क करने से होने वाली फायदे और नुकसानात को भी खूबसूरत अल्फाज में और खूबसूरत लहजे में बयान करने की कोशिश की है. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിലെ സംവിധായകനായിട്ടുള്ള, ഹിദായത്തുകാർക്ക് മായന ക്യാ ഹെ? സംവിധായകൻ. ഹിദായത്തുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സംവിധായകൻ. അപ്പൊ ഈ ഫിലിമിന്റെ സംവിധായകനായിട്ടുള്ള കെ ആസിഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ് ഗീതുമേ, ഈ ഗീതത്തിൽ, ഈ കവിതയിൽ ഇഷ്ക് കർണേ സേ ഹോനെ വാലി, ഇഷ്ക് പ്രണയിക്കുന്നത് കൊണ്ടുള്ള ഫായിദേ ഉപകാരങ്ങളും ഓർ നുക്സാനാത് ദോഷങ്ങളും, എന്താണ് ഈ കവിതയിലൂടെ പറയുന്നത്? പ്രണയിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഖൂബ്സൂറത്ത് അൽഫാസ് മേ,
വളരെ മനോഹരമായിട്ടുള്ള ലഫ്സുകളോടെ ഖൂബ്സൂറത്ത് അൽഫാസുമേം വളരെ മനോഹരമായിട്ടുള്ള ലഫ്സുകളിലൂടെ ഓർ ഖൂബ്സൂറത്ത് ലഹ്ജേമേം വളരെ മനോഹരമായിട്ടുള്ള ശൈലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബയാൻ കർണേക്ക് കോശിഷ് കി ഹേ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്, ഇദ്ദേഹം പിന്നെ ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സംവിധായകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ പിന്നെ ഈ കവിതയിലൂടെ പ്രണയിക്കുന്ന ഇഷ്ക് കർണേസെ ഹോനേവാലി പ്രണയിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഫായിദ ഓർ നുക്സാനാത്ത്, ഫായിദ എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ, നുക്സാനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങൾ, അതൊക്കെ എന്താണ് ഖൂബ്സൂറത്ത് അൽഫാസുമേ വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിൽ, അതുപോലെ ഖൂബ്സൂറത്ത് ലഹ്ജേമേ വളരെ മനോഹരമായിട്ടുള്ള ശൈലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബയാൻ കർണേക്ക് കോശിഷ് ഹേ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇസ്ലിയേ യേ സിർഫ് അൽഫാസ് കി ഖൂബ്സൂറത്ത് സേ നഹി, ഇതുകൊണ്ട് തന്നെ എന്തല്ല, സിർഫ് അൽഫാസ് കി ഖൂബ്സൂറത്തി സേ നഹി, ഇതെന്തല്ല ലഫ്സുകൾ ഭാഷയുടെ ഒരു സൗന്ദര്യത്തിൽ മാത്രമല്ല ഈ കവിത ഉള്ളത്, മറിച്ച് എന്താണ്, ബൽക്കേ മറിച്ച് മാനി കി ഇത്തിബാർ സേ ബി ബേഹദ് ഖൂബ്സൂറത്ത് ഹേ, അർത്ഥപരമായിട്ടും ഇതെന്താണ് വളരെയധികം മനോഹരമാണ്. അപ്പൊ പറയാണ് ഇത് വെറും ലഫ്സുകളിൽ മാത്രമല്ല മനോഹരമായിട്ടുള്ളത്, ഇതിന്റെ ഉപയോഗത്തിൽ ഭാഷയിൽ മാത്രമല്ല മനോഹാരിത ഉള്ളത്, മറിച്ച് എന്തിലും കൂടെ ഉണ്ട്, ഇതിന്റെ അർത്ഥത്തിലും കൂടെ. മഅനി ഇത്തിബാർസെ മഅനാക്കി ഇത്തിബാർസെ മഅനയുടെ അർത്ഥത്തിലും ഇതെന്താണ്, ബഹുത് ബേഹദ് ഖൂബ്സൂറത്ത് ഹേ വളരെയധികം ഖൂബ്സൂറത്താണെന്ത് ഈ മുഗളെ ആസം എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ ഈ ഫിലിമിലെ ഈ കവിത. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ എഴുതി വെക്കുക. എന്താണെങ്കിലും ഈ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻസിലെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. എന്താണെങ്കിലും നല്ല മാർക്കോട് കൂടി പാസ്സാവാനുള്ള ഒരു വാതിലാണ് ഞാൻ തുറന്നു തന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് കേൾക്കുക, എഴുതി വെക്കുക, പഠിക്കുക. കൃത്യമായിട്ട് തീർച്ചയായിട്ടും ചോദ്യ പേപ്പറിൽ ഈ ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ വീഡിയോ നിർത്താണ്. വീണ്ടും ഒരു വീഡിയോയിലൂടെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ഖുദാ ഹാഫിസ്.